ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് വീണ്ടും ഡ്രോൺ സർവേ നടത്തി. വിമാനത്താവള പദ്ധതിയുടെ ഭൂരിഭാഗം ഭൂമിയുടെയും ഉടമ എബ്രഹാം കലമണ്ണിലാണ് പരിശോധന നടത്തിയത്. വിമാനത്താവളത്തിനുള്ള 1000 ഏക്കർ സ്ഥലം കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താൻ ഡൽഹിയിൽ നിന്നുമുള്ള വിദഗ്ധ സംഘത്തെ കൊണ്ടാണ് പരിശോധന നടത്തിയത്. പ്രദേശത്ത് ആരെയും കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നും അത് തെളിയിക്കാനാണ് ഡ്രോൺ പരിശോധനയെന്നും എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു. 2008 ഡ്രോൺ ഒന്നുമില്ല. ഞങ്ങൾ സർവേക്കാരെ വിളിച്ച് ചെറിയ GPS കൂടിയൊക്കെ നോക്കിയാണ് ഇതിന്റെ സർവേ നടത്തിയത്. ഇന്ന് ഡ്രോൺ ഈസ് അവൈലബിൾ എവരിവെയർ. അപ്പോ ഇങ്ങനൊരു പഠനം നടത്തുന്നത് നല്ലതല്ലേ എന്ന് എന്നോട് 1-2 പേര് ചോദിച്ചു. നമ്മൾ കറക്റ്റ് അങ്ങനെ സർവേക്കാരെ കണ്ടപ്പോൾ അവരാ പറഞ്ഞത്, ഞങ്ങൾ സർവേ ചെയ്ത ഇപ്പൊ ഈ കണ്ടത്തിൽ കൂടെ ഒന്നും സർവേ ശരിയാകില്ല. വി വിൽ ഗിവ് യു എ റൈറ്റ് പേഴ്സൺ, റൈറ്റ് കമ്പനി, ദേ വിൽ കം ആൻഡ് ഡു ദാറ്റ്. അങ്ങനാണ് ഇവിടെ ഡ്രോണിന് വേണേ കൊണ്ടുവരാൻ കാര്യമായത്. അത് അവർ പ്രൈവറ്റ് ഏജൻസിയാണ്. അവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയാമോ? എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ മണിക്കൂർ കാശ് കൊടുക്കുന്നതിന്റെ ടൈമാണ്. അല്ലാതെ അവർ ക്വാളിഫൈഡാ, ദേ ആർ ക്വാളിഫൈഡ് ടു ഡു ദാറ്റ്. ഇപ്പം എന്നുള്ളത് മാത്രം നമുക്ക്. പിന്നെ അവരുടെ അപ്രൂവൽ അല്ല ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. ഇതാ ഞങ്ങൾക്കൊരു സാധ്യതാ പഠനം കിട്ടിക്കഴിഞ്ഞാൽ we will appoint the right drone people recognized by the government of India, DGCA. ആ കമ്പനിയെ കൊണ്ടുവരും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ അന്നെടുക്കുമ്പോൾ അങ്ങനൊരു പ്രോബ്ലം വന്നില്ല. എൻ്റെ റൺവേക്ക് ഒന്നും പ്രോബ്ലം ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ഇത് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾക്കൊരിക്കലും ഒരമ്പലത്തിന്റെ കൊടിമരത്തെ പ്രോബ്ലം ഉണ്ടായിക്കൊണ്ട് എയർപോർട്ട് വേണ്ട. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പോയിട്ട് റൺവേയുടെ നീളം 3 കിലോമീറ്റർ നീളം കിട്ടണം, 400 മീറ്റർ വീതി കിട്ടണം. ആ 400 മീറ്റർ വീതിക്കകത്ത് അമ്പലമുണ്ടോ, പള്ളിയുണ്ടോ, കൊടിമരമുണ്ടോ ഒന്ന് ചെക്ക്, അതേ അവർ ചെക്ക് ചെയ്തിട്ടുള്ളൂ. വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ നൽകും. കണ്ണൻ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആറന്മുള വിമാനത്താവള പദ്ധതി വലിയ സംസാരമായിരുന്നു, വലിയ അനിശ്ചിതത്വത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഡ്രോൺ സർവേ നടത്തുന്നു. എന്താണ് ഈ ഉടമ എബ്രഹാം കലമണ്ണിൽ പറയുന്നത്? മറ്റു വിവരങ്ങൾ. അശ്വതി, ഏറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ഒരു വിവാദം വീണ്ടും വരുന്നത്. ഈ സ്ഥലത്തിന്റെ ഇവിടെ ഈ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 400 ഏക്കറോളം സ്ഥലത്തിന്റെ ഭൂവുടമയായ എബ്രഹാം കലമണ്ണിലാണ് ഇപ്പോൾ ഈ ഡ്രോൺ പരിശോധനയുമായി രംഗത്ത് വന്നത്. ഡ്രോൺ പരിശോധന നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ 2ാം ഘട്ടമായി വീണ്ടും ഡ്രോൺ പരിശോധന നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ പദ്ധതിയുമായി ഇപ്പോഴുള്ള സർക്കാരിന് അനുകൂല നിലപാടാണ്, ഇവിടുത്തെ MP-ക്ക് അനുകൂല നിലപാടാണ്, ഇവിടുത്തെ MLA-ക്ക് അനുകൂല നിലപാടാണ്. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലില്ല. ഇവിടെ ഒരു വിമാനത്താവളം വരണമെന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിനോ കൊടിമരത്തിനോ ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെയാണ് പുതിയ വിമാനത്താവളത്തിനുള്ള സ്ഥലം കണ്ടെത്തുന്നത്. അത് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡ്രോൺ പരിശോധന അടക്കം നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി ഇവിടെ ഒരു വിമാനത്താവളം വരണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. നമുക്കറിയാം, നേരത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഇത്തരത്തിൽ വിമാനത്താവള പദ്ധതിക്ക് അനുമതി ലഭിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കല്ല, അതിനു മുമ്പ് ക്ഷമിക്കണം, അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ വിമാനത്താവള പദ്ധതിക്ക് തത്വത്തിൽ ഒരു അനുകൂല അനുമതി ലഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ പദ്ധതി പ്രദേശം ഉൾപ്പെടുന്ന 3ഓളം വില്ലേജുകളെ ഒരു വ്യവസായ സ്ഥലമായി പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് കുമ്മനം രാജശേഖരൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഒരു സമരം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 2 വർഷത്തോളം നീണ്ടുനിന്ന ആ സമരത്തിന് പിന്നാലെയാണ് ഈ പാരിസ്ഥിതിക അനുമതി നിഷേധിച്ചുകൊണ്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഒരു വിധി പുറപ്പെടുവിക്കുന്നതും ഈ വിമാനത്താവള പദ്ധതി അതോടെ നിൽക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഇവിടെ ഈ പദ്ധതി പ്രദേശത്ത് മറ്റ് IT പാർക്കുകളടക്കം വരുന്നതിനൊക്കെ ശ്രമങ്ങൾ നടന്നെങ്കിലും അതൊക്കെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ഈ ഭൂവുടമ തന്നെ രംഗത്ത് വരുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന് 400 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ ഒരു 1000 ഏക്കർ സ്ഥലം ലഭിച്ചാൽ വിമാനത്താവള പദ്ധതിക്ക് അനുകൂലമായി കാര്യങ്ങൾ നീക്കാമെന്നാണ് അദ്ദേഹം കരുതുന്നത്. ഇതിനായാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധന അടക്കം നടത്തുന്നത്. ഇനി 2ാം ഘട്ടമായി വീണ്ടും ഡ്രോൺ പരിശോധന അടക്കം. എന്തായാലും ഇപ്പോൾ ഈ UDF സർക്കാർ വന്നതിന് ശേഷം ഒരു അനുകൂല നിലപാടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഈ ഭൂവുടമ പറയുന്നത്. അശ്വതി.